അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഷെൽഫ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ മതി. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കത്രിക വേണം. ഒരു കത്രിക വെട്ടാൻ കഴിച്ച് വേണം. സെക്കൻഡ് എന്ന് പറയുന്നത് കാർഡ്ബോർഡ് ഇല്ലേ, കാർഡ്ബോർഡ്, അങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ വേണം. അങ്ങനത്തെ അല്ല, ഇനി വലിയ കുറച്ച് കാർഡ്ബോർഡൊക്കെ വേണം. പിന്നെ ഗ്ലൂ ചിലപ്പം മതി, ഇല്ലെങ്കിൽ ടേപ്പാണെങ്കിലും മതി. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ കാണിച്ച കാർഡ്ബോർഡ് ഇതായിരുന്നല്ലോ. ഇതല്ല, ഞാനിപ്പോൾ കിട്ടിയപ്പോൾ അത് കാണിച്ചതാണ്. ശരിക്കും ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബാക്കിൽ എന്തുണ്ടെങ്കിലും പ്രശ്നമല്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡാണ്. ഞാൻ അട്ടപ്പെട്ടിൻ്റെ കാർഡ്ബോർഡാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് അതിന് ശേഷം നമുക്ക് വേണ്ടത് നമുക്ക് വല്ല ഇതേപോലെ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പ്. ഞാൻ എടുത്തത് റൗണ്ട് ഷേപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഈ നമുക്ക് വരച്ച ശേഷം വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ വരച്ചു കൊടുത്തിട്ടുണ്ട്, വെട്ടിയിട്ടില്ല. അതായത് റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടാം. ഇനി ഗൈസ്, ഞാൻ തട്ടിപ്പൊട്ടി ഒരു പരുവത്തിൽ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഷേപ്പ് വേണോ, ഇത് എനിക്ക് ഇനി ഇവിടെ വെട്ടിക്കൊടുക്കാനുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഷേപ്പ് വേണോ അത്ര ഷേപ്പ് വെട്ടിക്കൊടുക്കാം. എന്ന് വെച്ചാൽ എത്ര ലെയർ വേണോ അത്ര ലെയർ നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ 3 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് 1 2 3 ലെയറാണ് ഞാൻ എടുക്കണമല്ലോ. ഇനി നമുക്ക് ഭയങ്കര സിമ്പിളായ കാര്യമാണ്. നിങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ നന്നായി പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. നമുക്ക് പെയിൻറ്റ് അടിക്കി പോയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ എടുക്കുന്നത് അക്രിലിക്കിൻ്റെ പെയിൻറ്റാണ്. നിങ്ങൾ ഏത് പെയിൻറ്റ് എടുക്കുന്നത് എനിക്കറിയില്ല. ഞാൻ അക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് ഗൈസ് എടുക്കുന്നത്. ഗൈസ്, നമുക്ക് അടിക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ വെളിയിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ എപ്പോഴും അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലാണ് അടിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ അടിക്കുക. ഞാൻ എടുക്കുന്നത് ബ്രൗൺ കളറാണ്. ഞാൻ അടിക്കാൻ പോവാണ്. അപ്പോൾ അത് കോഫി ബ്രൗൺ ആണ് ഞാൻ എടുക്കുന്നത്. കോഫി ബ്രൗൺ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി പെയിൻറ്റ്. അക്രിലിക് പെയിൻറ്റ് ഓൾറെഡി എപ്പോഴും കട്ടിയായിരിക്കും. അപ്പോൾ ബ്രൗണിന് കുറച്ച് കട്ടിയാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ട് വന്നിട്ട് അടിക്കാമെന്ന് വിചാരിക്കും. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഗൈസ്, അവിടെ തിരിഞ്ഞ് പാത്രം കഴിക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കണോ ഗൈസ് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പാത്രം വേണം. നേരെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇതാണ്. എന്താ ഞാൻ പറയാൻ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ എടുക്കുന്നത്. കുറേ പേജ് അയച്ചിട്ട് തുടച്ചത് വെക്കാറില്ല. അതുകൊണ്ട് ഞാൻ അയച്ചിരിക്കണത് ഫുള്ള്. അതിനെ കുറച്ച് പെയിൻറ്റ് ആക്കിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ച് വേണം വെച്ചിരിക്കാതെ. കുറച്ചൊക്കെ ഉഴുതുള്ളി ഫസ്റ്റ് വെച്ചിട്ട് എന്നിട്ട് വേണമെങ്കിലും ഞാൻ പിന്നെ വെച്ചിരിക്കുള്ളൂ. കാരണം നമ്മൾ പിന്നെ വെള്ളവും ചേർക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമാകുന്നില്ലല്ലോ. അപ്പം ഞാൻ ബ്രൗണിൽ വെള്ളം ചേർത്തിട്ടപ്പോൾ നല്ല ലൂസി ആയിട്ടുണ്ട്. അപ്പോൾ അത്ര കട്ടിയില്ല. കണ്ടില്ല, നല്ല ലൂസ് ആയിട്ടുണ്ട്. നല്ല ലൂസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരു ബ്രൗൺ കളർ ഞാൻ ഒന്നപ്പോൾ ആക്കി വെച്ചതിൻ്റെ മേലെ കൂടി ഞാൻ ചെയ്തിരിക്കണം.
പിന്നെ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് പ്രാവശ്യം ഗിവ് അവേ അയച്ച് ഞാൻ തരാൻ പോകുന്നത് ഗൈസ്. ഈ ഒരു ഡൈനോസറാണ്, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടില്ല. ഈ ഡൈനോസർ തരാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ്, ഞാൻ കാണിച്ചു തരാം. പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, മെയിൻ ഐറ്റമാണ്, അതാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചെടുക്കണം, കണ്ടത് വെച്ച് എനിക്ക് മെയിനായി അയച്ചോണിത്. പിന്നെ നമ്മളുടെ ഒരു കുട്ടി ഇത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സൂപ്പർ അയച്ചിട്ടുണ്ട്. നല്ല ഞാൻ പെയിൻ്റ് അടിച്ചത്. അതായത് തന്നെ ഈ ആമക്കുട്ടി ഒന്നും കൂടി ഉണ്ട്, അത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉണങ്ങിയ ശേഷം അത് നിങ്ങൾക്ക് ഗിവ് ചെയ്യാൻ തരുന്നതായിരിക്കും. നമുക്ക് പെയിൻ്റ് അടിക്ക് പോവാം. അപ്പോൾ ഗൈസ് തന്നെ ഷെൽഫിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളർ അത്യാവശ്യം എല്ലാവിടെയും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ 3 പീസായ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് കൂടി അടിച്ചു കൊടുക്കുന്ന കുറച്ച് വെള്ളം കൂടിയപ്പോൾ എൻ്റെ കാലിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷെൽഫ് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ അടിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങും. ഇനി അപ്പോഴേക്കിൻ്റെ പെയിൻ്റ് ചെയ്ത് കൊണ്ടുപോയി പെട്ടെന്ന് ഉണങ്ങും. നമുക്ക് പേടിക്കാൻ വേണ്ടി ഇത് നമുക്കൊരു അരത്തുള്ളി മതി തോന്നും. ഒരു സൈഡിലൊക്കെ അതും ഇതൊക്കെ വെള്ളം എടുക്കുമ്പോൾ ബ്രഷിൽ തന്നെ ഞാൻ വെള്ളം എടുക്കാം, ശ്രദ്ധിച്ചെടുക്കണമല്ലോ. ഗൈസ് നിങ്ങൾ അക്ലിക്കിൻ്റെ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അടിച്ച് നോക്കുക, സൂപ്പറായിരിക്കും. നല്ല സുഖമാണ് അടിക്കാൻ, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. വെള്ളം ചേർത്താൽ മാത്രമേ ഉണങ്ങാൻ കുറച്ച് വൈകുള്ളൂ. വെള്ളം ചേർക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉണങ്ങാൻ വൈകില്ല. ഞാമനിയൊക്കെ ആദ്യം വെച്ചിട്ട് അടിച്ചു നമ്മൾ തന്നെ കറക്റ്റായി കിട്ടുമല്ലോ. പക്ഷെ ഞാനിതിപ്പോൾ പിക്ചർ ബാക്കിലുള്ളത് എടുത്തതുകൊണ്ട് തന്നെ ആ പിക്ചർ എന്തായാലും പോകാൻ പോകുന്നില്ല. പിക്ചറൊന്നും പോകാൻ പോകുന്നില്ല. അതിൻ്റെ അവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ അക്ലിക്കിൻ്റെ മോർണിംഗിൻ്റെ അവിടെയാണ് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും വേറെ ഇതൊക്കെ അടിക്കാം. ഭാഗം എന്തായാലും ആകാൻ പോകുന്നില്ല. പക്ഷെ ഈ ഭാഗം നന്നായി കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുമ്പോൾ ആകണ്ട ഗൈസ്. ഈ ഷെൽഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഷെൽഫാണ്. ഇതിൽ എന്ത് വെച്ചാലും ഇപ്പോൾ അങ്ങനെ വെച്ചെടുക്കുക. അതിന് വാതിലില്ലാത്തൊരു ഷെൽഫാണ് സത്യം വെച്ചാൽ. അതിലുള്ള ഷെൽഫല്ല ഇത്. എല്ലാവരും നമ്മളുടെ സാധനങ്ങളൊക്കെ കാണും, നല്ല രസമായിരിക്കും. അതാണ് ഞാൻ ഓപ്പണായി. ഞാൻ അന്ന് ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കിക്കാം. അടിപൊളി വാൾ ഡെക്കറാണ്. ഞാനത് ഒട്ടിച്ചില്ല, ഒട്ടണില്ല എൻ്റെ അധികം. പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ക്രിസ്മസിൻ്റെ ആയിട്ടൊന്നും ആക്കിയില്ല. ക്രിസ്മസിൻ്റെ ഒന്നും ഞാൻ കൊണ്ടേ വന്നിട്ടില്ല. കാരണം ക്രിസ്മസിൻ്റെ ഒക്കെ എന്തുണ്ടാക്കണം എന്നറിയില്ല. ഈ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജനുവരി 2 നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. കാരണം എൻ്റെ ടീച്ചറിൻ്റെ ബർത്ത്ഡേയാണ് ഗൈസ്. അപ്പോൾ ടീച്ചർക്കുട്ടീൻ്റെ ബർത്ത്ഡേയാണ് മീറ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ആ ദിവസം വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ദിവസം. ജനുവരി 2 ഗൈസ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനായിരിക്കും. ഞങ്ങൾക്കും ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പെയിൻറ്റും കൂടി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതൊക്കെ ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉണങ്ങി എടുക്കണം. അപ്പോൾ നമുക്ക് ഉണക്കാമല്ലേ. പിന്നെ ഫാനിട്ടിട്ട് ഉണക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഫാനിട്ടാകുമ്പോഴാണ് ഇത്രയ്ക്ക് സൗണ്ട്. അപ്പോൾ ഞാൻ ഫാനിട്ട് അത് ഉണങ്ങുമ്പോഴേക്ക് നമുക്ക് കുറച്ച് എൻ്റെ കൈക്കുട്ടിൻ്റെ ബർത്ത്ഡേക്കുള്ള ആ ചില്ലിലൊക്കെ ഒട്ടിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇറക്കട്ടെ. അപ്പോൾ ഗൈസ് എൻ്റെ കുട്ടി ഷെൽഫാണ്, ഡോറുള്ളതാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ വീഡിയോ എടുക്കാത്ത ടൈമിങ്ങിലാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കാൻ ഒരു മേഘം വെച്ചിട്ടുണ്ട്. ഇത് കളർ ചെയ്താണ്. പിന്നെ ഇതൊക്കെ ഒലിയിൽ വെക്കാൻ പറ്റില്ല, ഉള്ളിൽ തന്നെ വെക്കാൻ. ഞാൻ കറണ്ട് പോകാൻ ക്ലേ ഒക്കെ. പിന്നെ
മണ്ണൊന്നും കൂടി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ഫിഷിന്, പിന്നെ ഇനിയും ഉണ്ട് കുറച്ച് ഫിഷും കൂടി. ഒരു ഗ്രീൻ ഫിഷും ഒരു റെഡ് ഫിഷും, 2 റെഡ് ഫിഷും ഉണ്ട്, 2 ഗ്രീൻ ഫിഷും, ഒരു ബ്ലൂ ഫിഷ്. ബ്ലൂ ഫിഷിൻ്റെ മെയിൻ കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലൂ ഫിഷും കൂടി ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ 2-3 താമരൻ്റെ ഇലയും ഒരു മേഘവുമാണ്. ഞാൻ യെല്ലോ കളർ മേഘം ചെയ്തത് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ സാധനങ്ങളൊക്കെ. ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കാം. അതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ വെക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഞാനൊരു പെട്ടെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. അതുണ്ടാക്കാൻ വേറെ പണിയൊന്നുമല്ല. ഈ ജ്വല്ലറിയൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ കുറച്ച് ബോക്സൊക്കെ കിട്ടും. ഇത് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ. അപ്പോൾ പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ചാൽ മതി. ഞാൻ ഒരു പേപ്പർ ചുറ്റിലേക്ക് പേപ്പർ ചുറ്റി എടുത്ത് കളയാൻ ശ്രമിക്കും. അപ്പോൾ പെയിൻറ്റ് അടിക്കുക, പേപ്പർ ചുറ്റുക ചെയ്യും. ഇതിലും അതേപോലെ പെയിൻറ്റ് അടിക്കുക, പേപ്പർ ചുറ്റുക എന്ത് വെച്ചാൽ ചെയ്യാം. പെയിൻറ്റ് അടിക്കാൻ ചെയ്തിട്ട് അപ്പോൾ ഇതിന് പേപ്പർ ചുറ്റുക ചെയ്യാം. ഇത് പേപ്പർ പെയിൻറ്റ് ഉള്ളിൽ ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് പോലെ വരെ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുക. ഒരെണ്ണമാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കാരണം ചെറുതല്ല, ഒരെണ്ണം മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. വേറെ പണിയൊന്നുമില്ല. കുറച്ച് ഡെക്കറേഷൻ വേണ്ടി ഞാൻ പൂവ് കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലിങ്ങോട്ട് വന്നിട്ടുണ്ട്. അല്ല് കത്രിക എടുക്കാൻ വന്നതാണ്. നമ്മുടെ ഐറ്റംസൊക്കെ അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണങ്ങി, ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ സിമ്പിളായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഷെൽഫില്ലേ അത് ഓരോന്ന് വെച്ചെടുത്തിട്ട് ഇതിനൊന്ന് വിതർത്തേണ്ട ആവശ്യമില്ല. ഇത്രയ്ക്കൊന്നും ഇങ്ങനെ വിതർത്തിയിട്ടൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നേരത്തെ ഒരു കാർഡ്ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇങ്ങനത്തെ കാർഡ്ബോർഡ്. ഈ കാർഡ്ബോർഡ് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ വയ്ക്കാം, മുറിച്ചതിൻ്റെ. അതാകുമ്പോൾ കുറച്ചും കൂടി ഈ ഹോള് കണ്ടില്ല, ഇവിടെ ഒരു ഹോള് കണ്ടില്ല ഈ വെച്ചതിൻ്റെ അവിടെ. ആ ഹോളൊന്ന് മാറ്റണമെങ്കിൽ എങ്ങനെ ഇരിക്കാനും ഇവിടെ അങ്ങനെ വെച്ചിട്ടൊന്ന് കേച്ച് കൊടുത്താൽ മതി. ഞാൻ കേച്ചുന്നില്ല, എന്നാൽ ഇപ്പോൾ കറക്റ്റായി നിൽക്കണ്ട, ഒന്നും പ്രശ്നമില്ല. ഇതൊന്നും അത്ര ഉണങ്ങിയിട്ടില്ല, നല്ല ഞാൻ വയ്ക്കുന്നുണ്ട്. നമ്മളതായി 3 എണ്ണം കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഇതിൽ 1, 2, 3 എന്ന് ഞാൻ നേരത്തെ 8 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിക്ക് ഞാൻ വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ വിട്ട് വെച്ചു, കാരണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കൺഫ്യൂഷനാണ് എവിടെയൊക്കെ വേണമെന്നൊക്കെ. ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ കുട്ടി ഓപ്പൺ ഷെൽഫ് റെഡി. ഞാനിപ്പോൾ എന്തില്ല ഇതിലെന്താ വെക്കുകയെന്ന് ഞാൻ അറിയില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒന്നും വെക്കുന്നില്ല വെച്ചിട്ട് നമുക്ക് ഇതേ രീതിക്ക് ഇതിങ്ങനെ ഇപ്പോൾ ഒക്കെ കാണുന്ന രീതിക്ക് ഇതിങ്ങനെ ആക്കി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് ആക്കി വയ്ക്കാൻ കഴിയും. വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തുറന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് കൊടുക്കാം. ഞാൻ ഒന്നും വെക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ താഴ്ത്തിക്കുന്നത്. അപ്പം എനിക്കൊന്നും താഴ്ത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഗിവ് അവേ കിട്ടും. പക്ഷെ വെട്ടിക്ക് വേണമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ലൊക്കേഷനൊക്കെ നമുക്ക് അയച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട നിങ്ങൾ. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിനൊക്കെ ഭയങ്കര ഉപയോഗമാകുന്നൊരു ഐറ്റമാണ്. ഇത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ എല്ലാവരും അറിയാം. ക്രാഫ്റ്റൊക്കെ ചെയ്യണവർക്കാണ് ഇത് നല്ലോണം ആവശ്യം. അപ്പോൾ എല്ലാവർക്കും ബൈ.